ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ അത് കണ്ടത് ഞാൻ നടാൻ കൊണ്ട് വെച്ചാൽ ഒരു വാഴയുടെ മറ്റേ മുളച്ച് വരത്തില്ല, അത് കൊത്തു നിന്ന് കാഴ്ചയാണ് നിങ്ങൾ കാണുന്നതല്ലേ. ഞാൻ നടാൻ കൊണ്ട് വെച്ചതാണത്. അപ്പോൾ അതിന് 2 മുള ഉണ്ടായിരുന്നു. ഒരു മുള മുളച്ച് വന്നത് 5 പേര് കൂടെ 5 ഇപ്പം 6 പേര് 6 പേര് കൂടെ കൊത്തി തിന്നു. അത് കണ്ട. അത് കൂടാതെ ഒരാൾ ഞാൻ മരത്തിൽ കയറിയിരിക്കുന്നുണ്ട്. ഒരാൾ അവിടെ നിന്ന് നൈസായിട്ട് കയറി ചെടിക്കാതെ കയറിയിട്ടിരിക്കുന്നു. കണ്ടതേ ഇതേ കയറി പോകുന്നതാണ്ട. മുകളിലോട്ട് കയറി പോകുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നൈസായിട്ട് ചെടി ഓടി താഴോട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഒരു കോഴിയാണെങ്കിൽ ചെടി കയറി ഫസ്റ്റ് കോഴിയാണത്. അപ്പോൾ അതേ കാണില്ലേ, നമ്മളെ നടാൻ കൊണ്ടിച്ച വായാണ് ആ പിള്ളേരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൊത്തി തിന്ന് തീർത്തത് കണ്ടില്ലേ? നിങ്ങൾ കാണുക ഗൈസ്, നിങ്ങൾ കാണും കോഴികളുടെ കലാപനം കണ്ട. അത് തിന്ന് തീർത്തത്. ഇതുപോലൊരു മുളയായിരുന്നു അത്. കണ്ടില്ലേ? അത് തിന്ന് പരുവാക്കിയത്. എന്താ ചെയ്യാനെന്ന് പറയും ഉമ്മാരെ കൊണ്ട്. അപ്പോൾ അത് ഒരാൾ ഇവിടെ ചെടി കയറിയിരിക്കുന്നു. കണ്ട? അങ്ങനെ ഒരാൾ ചെടിയിലും കയറിയിരിക്കുന്നു. പിന്നെ കുറച്ച് പേര് അവിടെ കയറി ഇരിപ്പുണ്ടല്ലേ, കുറേ പേര് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ പിള്ളേർ വായതാണ് നിന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് അതുപോലെ ആ ഒരു വായ ഉണ്ടോ, അത് കിളിച്ച് രാവിലെ ഇല ഉണ്ടായിരുന്നത്. ഉച്ചയപ്പോൾ ഇലയെല്ലാം അമ്മ തിന്ന് തീർത്തു. ഇനിയിപ്പോൾ ഇങ്ങനെ പ്രശ്നമുണ്ട്, നമ്മുടെ വീട് ഒന്നും നടാൻ പറ്റത്തില്ല, എല്ലാം ഇമാരെ തിന്ന് തീർക്കും. അങ്ങോട്ട് പ്രശ്നമുണ്ട് ഇമാരെ കൊണ്ട്. അങ്ങനെ അമ്മമാരെ ശ്രമത്തിനുള്ളിൽ അവസാനത്തെ അമ്മമാർ അവിടെ ഫുള്ള് തിന്ന് തീർത്തിരിക്കുന്നു. കണ്ടില്ലേ? എന്താ ചെയ്യാനെന്ന് പറയും ഇമാരെ കൊണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ചെടികളെല്ലാം ഇമാർ തിന്ന് തീർക്കും. ഇപ്പോൾ ആടെ പുല്ലൊക്കെ കുറേ തിന്ന് തീർക്കും കേട്ടോ. നമ്മുടെ വീട് പറഞ്ഞെന്ന് പറയാം, പുല്ലൊക്കെ പിള്ളേർ തിന്ന് തീർക്കും. അങ്ങനെ നമ്മുടെ വാഴയുടെ ഒരു മുളകന്മാർ തിന്ന് തീർക്കും. നടാൻ കൊണ്ട് വെച്ചതായിരുന്നു. ഇനിയിപ്പോൾ ഇന്നലെ വൈകിട്ട് നടണം, അല്ലെന്നുണ്ടെങ്കിൽ മൊത്തം തിന്ന് തീർക്കുള്ളൂ. അപ്പോൾ ഗൈസ് ബൈ.